ഹായ് വിവേഴ്സ്, ഇന്ന് വ്യക്തമായ മറുപടിയായിട്ടാണ് മാരാർ വന്നിരിക്കുന്നത്. അതായത് ഇതൊരു അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞ കുട്ടിക്കളിയല്ല. ഈ ഷാമോനും ഷിജിലാലും കൂടി ലാസ്റ്റ് വരെ ജഡ്ജസ് വരെ അവരിൽ ആരാ നല്ലോണം കളിക്കുവാന്ന് വിചാരിച്ചപ്പോഴേക്കും ഇവർ കണ്ടിന്യൂസ് ആയി റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് അവരെ ഇറങ്ങിപ്പോയത്. അതിന് വ്യക്തമായ മറുപടിയും മാരാർ കൊടുത്തിട്ടുണ്ട്. ഇന്ന് കൊടുത്ത അതേപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ടാസ്ക് ആണ് ഇന്ന് കൊടുത്തിട്ടുള്ളത്. ഒരാളെ പുറത്ത് മറ്റൊരാൾ കയറി നിൽക്കുക. അതായത് ഇത്ര മണിക്കൂർ നിന്നിട്ട് ചിലപ്പോൾ താഴെയുള്ള ആക്കാൻ ഇതാണെങ്കിൽ താഴെയുള്ള ആൾ ഔട്ടാവും, മുകളിലാക്കാൻ ഇതാകുന്നെങ്കിൽ മുകളിലാക്ക് താഴെയുള്ള ആൾക്ക് പോയിന്റ് കിട്ടും. മനസ്സിലായ? ഇതിൽ ഫസ്റ്റ് പൂജി സോനിയ ഔട്ടായി. പിന്നെ ലാസ്റ്റ് വരെ നിന്നത് നമ്മുടെ ഷാമോനും ഷിജിലാലും ഷിബിനി എൽദോ ആണ്. അപ്പൊ ആ ഷിജിലാലിന്റെ കൈ എന്തോ ഷൂല് കെട്ടാൻ പോയപ്പോഴത്തെ ഷിജിലാൽ ഔട്ടായത്. പിന്നെ ഷിബിനിയും എൽദോ അവരാണ് വിജയിച്ചത്. പക്ഷെ ഈ കളിയിൽ ജയിച്ചതായി പ്രഖ്യാപിച്ച ഷിബിനിയായിരുന്നു കേട്ടാ. പിന്നെയുള്ള ടാസ്ക് നമ്മൾ ബിഗ് ബോസിൽ കണ്ടിരുന്നു. 1, 2, 3 ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ട് ഒന്നാം സ്ഥാനം ആർക്കാന്നുള്ള. ഈ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് അഫിയ, ഷിജിലാൽ, ഷിജിൻ, നമ്മുടെ എൽദോ, ഷിബിനിയും മത്സരമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമായിട്ട്. പിന്നെ കൂടുതൽ ആളുകളെ വോട്ടെടുപ്പിലൂടെ ഓരോരുത്തർക്ക് ഓരോ സ്ഥാനം കിട്ടി. ലാസ്റ്റ് നമ്മുടെ എൽദും ഷിബിനിയായിരുന്നു ഒന്നാം സ്ഥാനത്തുണ്ടായത്. പിന്നെ അവർക്ക് ഒരു കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു, അതഴിച്ച് ഇതിൽ ആരാ ഫസ്റ്റ് സ്ഥാനം വേണ്ടത് അവര് തമ്മിൽ സംസാരിച്ചെടുക്കാൻ പറഞ്ഞു. അതിൽ നമ്മുടെ എൽദോ നല്ലോണം സംസാരിച്ച് വിജയിച്ചിട്ടുണ്ട്. ഏതായാലും ഏറ്റവും കൂടുതൽ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടത്, ഗെയിമിൽ കളിച്ച് ജയിച്ചത്, അങ്ങനെ എൽദോ നല്ലവണ്ണം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂടുതൽ ആളുകളും പിന്തുണക്കുകയും ചെയ്തു. പിന്നെ ജഡ്ജസിന്റെ ഭാഗത്തൊരു അനുകൂല ഭാവം എൽദോക്ക് കിട്ടി. അങ്ങനെ ഫസ്റ്റ് പൊസിഷനിൽ വന്നത് നമ്മുടെ എൽദോ, 11ാമത് നമ്മുടെ ഷിബിനിയും പോയി, 12ാമത് നമ്മുടെ ഷിജിനും നിന്ന്. അങ്ങനെ ഈ ടാസ്ക് ഇതോടെ ഇതിൽ അവസാനിച്ചു. പിന്നെയുള്ളത് ഒരു മൈൻഡ് പരിപാടിയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഷിബിനക്കാണ് സംസാരിക്കാൻ അവസരം കിട്ടിയത്. അവള് നല്ലോണം സംസാരിച്ച് അതോടെ ഇന്നത്തെ ടാസ്ക് തീർന്ന്. ഇനി എലിമിനേഷനാണ്.